അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി, നിങ്ങളോട് പറയപ്പെട്ടാൽ തഫസ്സഹൂ ഫിൽ മജാലിസി, നിങ്ങൾ സദസ്സുകളിൽ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം, നിങ്ങളൊന്ന് ഒതുങ്ങിയിരിക്കണം, നിങ്ങൾ മജ്ലിസിൽ ഒന്ന് വിശാലത ചെയ്യണം, നിങ്ങളെ കയറി വന്ന സുഹൃത്തിനെയും കൂടെ അവിടെ ഇരിക്കാനുള്ള ആ ഒരു നല്ല ബുദ്ധി നിങ്ങൾ കാണിക്കണം. ആ മജ്ലിസിലേക്ക് നിങ്ങളുടെ സുഹൃത്തിനെ കൂടെ നിങ്ങൾ കയറ്റിയിരുത്തണം എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ഫഫ്സഹൂ, നിങ്ങൾ അവിടെ ഒന്ന് ഒതുങ്ങിയിരിക്കണേ. എന്നാൽ യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങൾ വിശാലത ചെയ്താൽ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാൽ അല്ലാഹു തആല നിങ്ങൾക്ക് വിശാലത ചെയ്യുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുജാദിലയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് അവതീർണമാവാൻ ഒരു പ്രത്യേകമായ കാരണം ഉണ്ട്. അഥവാ മഹാനായ മുഖാത്തിൽ ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വെള്ളിയാഴ്ച ആളുകൾ ഒരുമിച്ചു കൂടിയ വളരെ ഇടുങ്ങിയ ഒരു ഭാഗം, ഒരു ചെറിയ പള്ളിയാണ്. ആ പള്ളിയിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ സൗകര്യമില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികളുമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുഹാജിറുകളും അൻസ്വാരികളുമായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അഥവാ ഫേസ് ടു ഫേസ് പ്രഭാഷണം നടത്തുമ്പോൾ ഈ ഇരിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഫജാഅ നാസും മിൻ അഹ്ലി ബദർ, ആ സദസ്സിലേക്ക്, സദസ്സിന്റെ പിൻഭാഗത്തുകൂടെ ബദരീങ്ങളിൽപ്പെട്ട ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ചില ആളുകൾ ആ മജ്ലിസിലേക്ക് കയറി വന്നു. അവര് വന്നിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം ചൊല്ലി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറദ്ദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈഹിം, അവരെ സലാം മടക്കി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം മടക്കിയതിന് ശേഷം ഈ പള്ളി നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ കയറി വന്ന ആളുകൾക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അതേസമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഒതുങ്ങിയിരുന്നാൽ ഒരു പക്ഷേ ഈ വന്ന ആളുകൾക്കും കൂടെ അവിടെ കയറിയിരിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കയറി വന്ന ബദരീങ്ങളിൽപ്പെട്ട ആളുടെ സലാം മടക്കിയിട്ട് ഇങ്ങനെ സദസ്സിലേക്കൊന്നിങ്ങനെ കണ്ണോടിച്ചു. അഥവാ എന്താ ആരും ഒന്ന് എഴുന്നേറ്റ് കൊടുക്കാത്തത്, അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇരുന്നു കൊടുക്കാത്തത് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിങ്ങനെ കണ്ണോടിച്ചു. ആരും എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആളുകളെ സദസ്സിൽ നിന്നിങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഖും യാ ഫുലാൻ വ അൻത യാ ഫുലാൻ വ അൻത യാ ഫുലാൻ എന്നിങ്ങനെ പറഞ്ഞു. ഹേ, നിങ്ങളൊന്ന് എഴുന്നേറ്റേ. വ അൻത യാ ഫുലാൻ, നിങ്ങൾ എഴുന്നേറ്റേ. വ അൻത യാ ഫുലാൻ, നിങ്ങളൊന്ന് എഴുന്നേൽക്ക്. അങ്ങനെ ചില ആളുകളെ ആ മജ്ലിസിൽ നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട്
ആ വന്ന ബദരീങ്ങളിൽപ്പെട്ട ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ എഴുന്നേൽപ്പിച്ച ഭാഗത്ത് അവരെ ഇരുത്തി. അങ്ങനെ ഇരുത്തിയപ്പോൾ സ്വാഭാവികമാണ് എഴുന്നേൽപ്പിച്ച ആളുകൾക്കൊരു പ്രയാസമുണ്ടാവുക എന്നത്. നിങ്ങളൊരു മജ്‌ലിസിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാള് അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദ് ഒരാളെ കണ്ട് കയറി വന്നപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് അയാൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമായിരിക്കും. ഇതുപോലെ എഴുന്നേൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് ചെറിയൊരു പ്രയാസം ഇങ്ങനെ വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എഴുന്നേൽപ്പിക്കാനുള്ള കാരണം വന്നു നിൽക്കുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളാണ്. അവരെ ബഹുമാനിക്കണം. മറ്റു മുഹാജിറുകളെക്കാൾ അൻസ്വാറുകളെക്കാൾ ബദരീങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എഴുന്നേൽപ്പിച്ചത്. ഈ സംഭവം ആസ്പദമാക്കിക്കൊണ്ട് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് അവതീർണമായി. അതാണ് സൂറത്ത് മുജാദിലയിലെ 11-ാം ആയത്ത്. ഒരുമിച്ചിരിക്കുമ്പോൾ ഓർക്കേണ്ട ചില സംഗതികളാണ്. ഒരു മജ്‌ലിസിൽ, ഒരു സദസ്സിൽ വന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പാലിച്ചിരിക്കേണ്ടത് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല അൻശുസൂ ഫൻശുസൂ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി, നിങ്ങളോട് പറയപ്പെട്ടാൽ തഫസ്സഹൂ ഫിൽ മജാലിസി, നിങ്ങൾ സദസ്സുകളിൽ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം, നിങ്ങളൊന്ന് ഒതുങ്ങിയിരിക്കണം, നിങ്ങൾ മജ്‌ലിസിൽ ഒന്ന് വിശാലത ചെയ്യണം, നിങ്ങളെ കയറി വന്ന സുഹൃത്തിനെയും കൂടെ അവിടെ ഇരിക്കാനുള്ള ആ ഒരു നല്ല ബുദ്ധി നിങ്ങൾ കാണിക്കണം. ആ മജ്‌ലിസിലേക്ക് നിങ്ങളുടെ സുഹൃത്തിനെ കൂടെ നിങ്ങൾ കയറ്റിയിരുത്തണം എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ഫഫ്സഹൂ, നിങ്ങൾ അവിടെ ഒന്ന് ഒതുങ്ങിയിരിക്കണേ. എന്നാൽ യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങൾ വിശാലത ചെയ്താൽ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാൽ അല്ലാഹു തആല നിങ്ങൾക്ക് വിശാലത ചെയ്യുന്നതാണ്. വഇദാ ഖീല അൻശുസൂ ഫൻശുസൂ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ മജ്‌ലിസിൽ ഒന്ന് ഒതുങ്ങിയിരുന്നു കൊടുക്കുക. പള്ളിയിലേക്ക് കയറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മജ്‌ലിസിലാണ്, ആ മജ്‌ലിസിൽ ഒരാൾ പെട്ടെന്ന് കയറി വന്നു, അയാൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. ബസ്സിൽ കയറി, അപ്പോഴാണ് പ്രായമുള്ളൊരു ഉപ്പങ്ങനെ ബസ്സിലെ കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ ആടുകയാണ്. അപ്പോ ഒന്ന് എഴുന്നേറ്റിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഒന്ന് ഇരിക്കാൻ അവസരം കൊടുക്കുക. ഇതാണ് സദസ്സിൽ പ്രഥമമായി പാലിക്കേണ്ട മര്യാദ. ഇതൊക്കെ എന്റെ സ്ഥലമാണ്, ഞാനല്ലേ ആദ്യം ഇവിടെ വന്നത്, ഈ ചെയർ ഞാനല്ലേ ആദ്യം പിടിച്ചത്. ചില ആളുകൾ ഉണ്ടാവും പള്ളികളിൽ, സുബ്ഹാനല്ലാഹ്, ജുമുഅക്കൊക്കെ പള്ളിയിൽ വരുമ്പോ അവര് നേരത്തെ, ചില കാരണവന്മാര് അവര് നേരം വൈകിയായിരിക്കും വരിക. എല്ലാ ആഴ്ചയും ഒരേ സ്ഥലത്ത്, ഇത് ആചാര സ്ഥലമാണിത്,
എന്നിട്ട് വേറെ ആർക്കും അങ്ങോട്ട് ഇരിക്കാൻ പറ്റൂല. നാട്ടുകാർക്കും ഒരു ധാരണയാണ് ഇത് ആചാര്യ ഇരിക്കുന്ന സ്ഥലമാണ്. ആചാര്യ ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ ആചാര്യ നേരത്തെ അവര് സുബഹിക്ക് തന്നെ വന്ന് അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ ആ സ്ഥലം ഇങ്ങനെ ഒഴിവിട്ടിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഇരിക്കുക. നാട്ടിൽ കുറെ കാരണവന്മാര് വരാനുണ്ട്, അവരെവിടെ ഇരിക്കാം. കാരണവന്മാര് വന്നുകൊള്ളട്ടെ, അവർ സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് ഇരുന്നു കൊള്ളട്ടെ, പക്ഷേ നേരത്തെ വരണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് നേരത്തെ വന്ന് അവിടെ ഇരിക്കാം. എന്നിട്ട് സുബ്ഹാനല്ലാഹ് ആ സ്ഥലത്ത് വേറെ ആരെങ്കിലും ഒന്ന് കയറി ഇരുന്നു പോയാൽ ആചാര്യം ഇങ്ങോട്ട് വന്നിട്ട് ഇത് എന്റെ സ്ഥലമാണ്, എന്നോടാരാ അവിടെ ഇരിക്കാൻ പറഞ്ഞത്, ചൂടാകുക. അങ്ങനെ ഒരു പള്ളിയിൽ ഒരാൾക്ക് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമൊന്നും ഉണ്ടാവാൻ പറ്റൂല. വേറെ ചില ആളുകൾ രാവിലെ തന്നെ പോയിട്ട് അവിടെ തൂവാല വിരിച്ചിട്ട് ജുമാക്ക് വരാനേ തൂവാല വിരിച്ചിട്ട് പോവുക, അവിടെ മുടക്കി വെക്കുക ആ സ്ഥലം. എന്തിനാത്? ജുമാന്റെ അവസാന സമയത്ത് കയറി വരും, എന്നിട്ട് ഇയാൾക്ക് മുമ്പിലെ സോഫ് തന്നെ സീറ്റ് കിട്ടണം. അത് ശരിയല്ല. എന്നാൽ ഒരാൾ കയറി വന്നപ്പോൾ അദ്ദേഹത്തിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കാം, ഇരിക്കാൻ വേണ്ടി ഒന്ന് ഒതുങ്ങിക്കൊടുക്കാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും. ഈ ആയത്ത് അവതീർണമായത് മഹാനായ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതീർണമായത്. വദാലിക അന്നഹു ദഖലൽ മസ്ജിദ. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ വഖദ് അഖദൽ ഖൗമ മജാലിസഹും. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തിയപ്പോൾ അതാ പള്ളി നിറയെ ആളുകളാണ്. അവരോരോരുത്തർ വന്നിട്ടതാ അവരുടെ സ്ഥലത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തേക്കൊന്ന് വന്നിരിക്കാൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണ്? ലിൽ വഖരില്ലദീ കാന ഫീ ഉദുനൈഹി. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് കേൾവി കുറവുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ സാബിത്ത് റളിയല്ലാഹു അൻഹു സദസ്സിലെ അങ്ങേ അറ്റത്താണെങ്കിൽ കേൾക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് തന്നെ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇരിപ്പിടം കിട്ടിയിട്ടില്ലെങ്കിൽ അത് വലിയ പ്രയാസമാകും. ഹബീബായ തങ്ങൾ പറയുന്നത് സാബിത്ത് എന്നവർ കേൾക്കുകയില്ല. വന്നപ്പോഴാണെങ്കിലോ ആ സ്ഥലത്തൊക്കെ ജനനിബിഡമാണ്. ആളുകൾ നിൽക്കുകയാണ്, ആളുകൾ ഇരിക്കുകയാണ്. മഹാനരായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു നേരെ കയറി വന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾ അപ്പോൾ അവിടെ അല്പം ഒരു പ്രയാസമുണ്ടായി. ഒരാൾ ആ ഗ്യാപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ അതൊന്ന് ഇടുങ്ങും, അവിടെ ഒരു തിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ജനങ്ങൾ, ചില ആളുകൾ ചോദിച്ചു, എന്തേ സാബിത്തെ നേരം വൈകി വന്നത്? നിങ്ങൾ നേരം വൈകി വന്നിട്ട് ഇവിടെ കയറി ഇരിക്കുകയാണോ? നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ നേരത്തെ വന്നൂടായിരുന്നോ? ഇങ്ങനെ ചില ആളുകൾ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ വവസഫ ലിറസൂലി മഹബ്ബത്തൽ ഖുർബി മിൻഹു ലിയസ്മഅ കലാമഹു വഇന്ന ഫുലാനൻ ലം യുഫ്സഹ ലഹു. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയമുള്ള കൂട്ടുകാരെ, എനിക്ക് കേൾവി ശക്തി അല്പം കുറവുള്ളത് നിങ്ങൾക്കറിയില്ലേ? ഞാൻ ഈ മജ്ലിസിൽ ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് ചേർന്നിരുന്നാലല്ലാതെ
എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാരോപദേശങ്ങൾ കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നോടൊന്ന് ക്ഷമിക്കണേ, എന്നോടൊന്ന് നിങ്ങൾ പൊറുക്കണേ. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അവിടെയാണ് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് വരികയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും. നിങ്ങൾ മജ്ലിസിൽ ഒന്ന് ഒതുങ്ങിയിരുന്നു കൊടുക്കുക, നിങ്ങളൊന്ന് വിശാലത ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരനും കൂടെ അവിടെ വന്നിരിക്കട്ടെ. അങ്ങനെ ഇരുന്നാൽ, അങ്ങനെ നിങ്ങൾ വിശാലത ചെയ്താൽ യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്കും വിശാലത ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല വിശാലത നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക, നിങ്ങൾ പരമാവധി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ സുഹൃത്തും കൂടെ നിങ്ങൾ ആ ഇരിക്കുന്ന ഭാഗത്ത് വന്നിരിക്കട്ടെ. എന്നാൽ ഒരാൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് അയാളെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല. ഒരു മജ്ലിസിൽ കാണിക്കേണ്ട ആദാബുകളാണിത്. ഒരു സദസ്സിൽ കയറിയാൽ, ഏത് മജ്ലിസിലേക്ക് വന്നാലും അവിടെ പാലിച്ചിരിക്കേണ്ട ആദാബുകളാണ്. കണ്ടില്ലേ, സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കാണാം, ബാബു ലാ യുഖീമുർ റജുലു അർ-റജുല മിൻ മജ്ലിസിഹി, ലാ യുഖീമുർ റജുലു അർ-റജുല മിൻ മജ്ലിസിഹി. ഒരാൾ മറ്റൊരാളെ അയാൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമാണത്. ലാ യുഖീമുർ റജുലു അർ-റജുല മിൻ മജ്ലിസിഹി. ഒരു ഇരിപ്പിടത്തിൽ നിന്ന് ഒരാൾ അയാളെ ആ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് മറ്റൊരാൾ അവിടെ ഇരിക്കുക, അത് പാടില്ല എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. നമ്മളെങ്ങനെ എഴുന്നേൽപ്പിച്ചിരിക്കാൻ പാടില്ല. എന്നാൽ എഴുന്നേറ്റ് കൊടുക്കേണ്ട ചില ആളുകൾ ഉണ്ടാകും. ഇപ്പൊ കുട്ടികൾ മുന്നിൽ തന്നെ ഇരിക്കുകയാണ്, ഉദാഹരണത്തിന് പറയാം, അപ്പോഴാണ് പ്രായമുള്ള ആള് വന്നത്, അവിടെ നമ്മൾ എഴുന്നേറ്റ് കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്, കുട്ടികളുടെ ബാധ്യതയാണ്. ഒരു ആലിമ് വന്നു, ഒരു സയ്യിദ് വന്നു, നമ്മളാണ് നേരത്തെ അവിടെ വന്നിരുന്നത്, അത് ശരി. യഥാർത്ഥത്തിൽ നമ്മളാണ് ആ മജ്ലിസിനോട്, ആ ഇരിപ്പിടത്തോട് ഏറ്റവും അഹക്കായ ബന്ധപ്പെട്ട ആൾ. പക്ഷേ മറ്റൊരാൾ വന്നാൽ, ബഹുമാനിക്കപ്പെടേണ്ട, പരിഗണിക്കപ്പെടേണ്ട ഒരാൾ വന്നാൽ അദ്ദേഹത്തെ ബഹുമാനിച്ച് അവിടെ ഇരുത്തണം.